മുൻ ബിഗ് ബോസ് താരവും ആർജെയും അവതാരകയുമായ ആർജെ ബിൻസിക്കെതിരെ അനിയത്തി മരിയ ബിജു രംഗത്ത്. ബിൻസി തന്നെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ഏറെക്കാലമായി താനിത് അനുഭവിക്കുകയാണെന്നുമാണ് മരിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ബിൻസിയുടെ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുറേ നാളായി ഞാൻ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണിക്കുന്ന സ്നേഹം മാത്രമേയുള്ളൂ. എൻ്റെ മേല് മുഴുവൻ ബിൻസി ഉപദ്രവിച്ചു. കൈയൊക്കെ കടിച്ചു പറിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആശുപത്രിയിൽ ആരും കൊണ്ടുപോകുന്നില്ല. അവൾ പാട്ടും വെച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. കൊച്ചിലെ മുതൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് അനുഭവിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മേല് മുഴുവൻ ഇതുപോലെയുള്ള പാടുകളാണ്. എൻ്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ച് ഉപദ്രവിച്ചു. ആരും വീഡിയോ കണ്ട് വിശ്വസിക്കരുത്. എല്ലാം കണ്ടന്റിനു വേണ്ടി ചെയ്യുന്നതാണെന്നാണ് സഹോദരി പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പിന്നീട് അത് നീക്കം ചെയ്യപ്പെട്ടു. അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലും ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു സഹോദരി മാത്രമാണ് ബിൻസിക്കുള്ളത്. ആലപ്പുഴ SD കോളേജ് മൈക്രോബയോളജി വിഭാഗം വിദ്യാർത്ഥിനിയാണ് മരിയ. എല്ലാ പൊതുപരിപാടികളിലും ബിൻസി കുടുംബസമേതമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ബിൻസിയുടെ കുടുംബം പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. ബിൻസിയുടെ റീൽ വീഡിയോകളിലും വ്ളോഗുകളിലും സഹോദരി മരിയ സ്ഥിരം സാന്നിധ്യമാണ്. ഇരുവരും ഒരുമിച്ച് അടുത്തിടെ ബുള്ളറ്റ് വാങ്ങാൻ പോയതും വാഹനം ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ രണ്ടുപേരും ബൈക്കുമായി വീഴാൻ പോകുന്ന രംഗങ്ങളും അടുത്തിടെ വൈറലായിരുന്നു. സഹോദരി എന്നതിലുപരി മകളെപ്പോലെയാണ് ബിൻസി മരിയയെ കൊണ്ടു നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മരിയയുടെ വീഡിയോ ഇവരുടെ ഫോളോവേഴ്സിലും അതിശയം ഉണ്ടാക്കി. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ബിൻസിയുടെ പിതാവ്. ചാച്ചൻ്റെ ഓട്ടോയും ബിൻസിയും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ പോപ്പുലറാണ്. അടുത്തിടെയാണ് ബിൻസിയും കുടുംബവും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു വീട് സ്വന്തമാക്കിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ബിൻസി എത്തിയതെങ്കിലും അതിവേഗത്തിൽ പുറത്തായി. അവതാരകരെ കണ്ടെത്താനുള്ള സ്വകാര്യ ചാനൽ റിയാലിറ്റി ഷോയിലൂടെയാണ് ബിൻസി ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് ബിഗ് ബോസിലൂടെ കൂടുതൽ പ്രശസ്തയാവുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ബിൻസി. ഇടയ്ക്കിടെ ചില വിവാദങ്ങളിലും പെടാറുണ്ട്. അടുത്തിടെ ഭാവി വരനെക്കുറിച്ച് ബിൻസി പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു. തന്നെ കെട്ടുന്നതിന് മാസം 50,000 അങ്ങോട്ട് കൊടുക്കുമെന്നാണ് ബിൻസി പറഞ്ഞിരുന്നത്. എനിക്ക് പാർട്ട്ണർ ഒറ്റ